പ്രോട്ടോടൈപ്പത്തെ ഫീസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയേണ്ടത് പോരി. പ്രോട്ടോടൈപ്പ് അവരുടെ 7 മന്ത് കോഴ്സുകളൊക്കെ പാടെ ഒഴിവാക്കിയാണ്ട് എല്ലാം റീസ്ട്രക്ചർ ചെയ്താണ്ട് എല്ലാം 1 ഇയർ കോഴ്സിലോട്ടാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ 1 ഇയർ കോഴ്സിലോട്ടാക്കി മാറ്റിയപ്പോൾ മെയിനായിട്ട് കുറച്ച് വന്ന ചേഞ്ചസുകളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. മെയിനായിട്ട് പറഞ്ഞാൽ ഒന്ന് ഫീസിൻ്റെ കാര്യത്തിൽ ചേഞ്ച് വന്നിട്ടുണ്ട്, പിന്നെ ഒന്ന് കോഴ്സിൻ്റെ കാര്യത്തിൽ ചേഞ്ച് വന്നിട്ടുണ്ട്, പിന്നെ പ്രോട്ടോടൈപ്പിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളായിട്ടും പുതിയ പുതിയ കോഴ്സിലോ പുതിയ പുതിയ ആഡോൺസുമായി വന്നതും അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മളൊന്ന് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോയായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒട്ടുമിക്ക ആൾക്കാർക്കൊക്കെ അറിയേണ്ടത് ഫീസിനെ കുറിച്ചായിരിക്കും. അപ്പോൾ ഫീസിനെ കുറിച്ച് നമ്മൾ A to Z കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ കോഴ്സിൽ വന്ന പുതിയ അപ്ഡേറ്റുകളായാലും ഓരോ സ്റ്റാക്ക്, ഇപ്പോൾ മേൺ സ്റ്റാക്കാർക്ക് വന്ന അപ്ഡേറ്റുകൾ, പൈത്തനുകാർക്ക് വന്നിട്ടുള്ള അപ്ഡേറ്റുകൾ, ഫ്ലട്ടറാർക്ക്, ഡാറ്റ സയൻസുകാർക്ക്, അങ്ങനെ എല്ലാ സ്റ്റാക്കുകൾക്കും വന്നിട്ടുള്ള അപ്ഡേറ്റുകളും അതുപോലെ തന്നെ പുതിയ പുതിയ കാര്യങ്ങൾ എന്തൊക്കെ വന്നു, അതായത് പ്രോട്ടോടൈപ്പ് എന്തൊക്കെ കാര്യങ്ങളാണ് ന്യൂ ആയിട്ട് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും അറിയേണ്ടത് ഫീസിനെ കുറിച്ചിട്ടായിരിക്കും, കാരണം അത് പ്രതീക്ഷിച്ചിട്ടായിരിക്കും ഒട്ടുമിക്ക ആൾക്കാർ ഈ ഒരു വീഡിയോ കാണാൻ വന്നിട്ട് തന്നെ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിപ്പിക്കാതെ നേരെ ഫീസിനെ കുറിച്ച് തന്നെ സംസാരിച്ച് പോകാം. അപ്പോൾ ഫീസിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ ഫീസ് ഇപ്പോൾ നമ്മൾ കമ്പാരിസൺ ആണ് ചെയ്യുന്നത് മെയിനായിട്ട് ഫീസിനെ കുറിച്ച്. അതായത് ആദ്യത്തെ ഓൾഡ് ഫീസും പഴയ കോഴ്സിൻ്റെ അതിനകത്തെ ഫീസും ഇപ്പോഴത്തെ കോഴ്സ് റീസ്ട്രക്ചർ ചെയ്തിട്ടുള്ള ഇപ്പോഴത്തെ മെയിനായിട്ട് ഈ ഫീസിലാണല്ലോ മെയിനായിട്ട് ചേഞ്ച് വന്നിട്ടുള്ളത്. അതായത് ഈ 7 മന്ത് 1 ഇയറിലോട്ട് ആക്കി തന്നെ ഈ ഫീസിൻ്റെ ഒരു ചേഞ്ചും പിന്നെ കുറേ ഫൗണ്ടേഷനിൽ കുറച്ച് വന്ന ചേഞ്ചുകളും പിന്നെ കോഴ്സിൽ വന്ന കുറച്ച് ചേഞ്ചുകളും അങ്ങനെയൊക്കെയാണ് കുറച്ച് ചേഞ്ചുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ മെയിൻ ചേഞ്ച് ഫീസിലാണ്. അപ്പോൾ ഫീസിൻ്റെ കാര്യത്തിൽ പറയുകയാണെന്ന് വെച്ചാൽ ആദ്യത്തെ കേസിൽ പണ്ട് ഉണ്ടായിരുന്ന കേസിൽ നമുക്ക് കുറച്ച് ഫീസിന് മെത്തേഡുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ 1 ടൈം സെറ്റിൽമെൻറ്റ്, പിന്നെ EMI ഓപ്ഷന്, പിന്നെ PAP അല്ലെങ്കിൽ ISA ഓപ്ഷന്, പിന്നെ ഇൻസ്റ്റാൾമെൻറ്റ് ആയിക്കാണ്ട് ഇപ്പോൾ 3 മാസത്തെ ഇൻസ്റ്റാൾമെൻറ്റ് അങ്ങനെ കൊടുക്കുന്ന ഒരു ഓപ്ഷന്, അങ്ങനത്തെ ഓപ്ഷനുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ കുറേ ഓപ്ഷൻസ് ഒന്നും ഇല്ല. അപ്പോൾ നമുക്ക് പണ്ടത്തെ കേസിൽ പറയുകയാണെന്ന് വെച്ചാൽ പണ്ട് ഞാൻ മേൺ സ്റ്റാക്കിൻ്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. പണ്ടത്തെ ഓൾഡ് ഫീസിൽ മേൺ സ്റ്റാക്കിൻ്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ടോട്ടൽ എമൗണ്ടുകൾ ഇങ്ങനെ പറഞ്ഞു പോകാം. അപ്പോൾ ആദ്യത്തെ കേസിൽ മേൺ സ്റ്റാക്കാർക്ക് ഉണ്ടായിരുന്നത് 1,41,000 രൂപയായിരുന്നു. 1,41,600 സംതിങ് ടോട്ടൽ ഫീസ് 1 ടൈം സെറ്റിൽമെൻറ്റ് ചെയ്യാണ് ചില അത്രയും ഉണ്ടായിരുന്നത്. പിന്നെ PAP or ISA ഉണ്ടായിരുന്നു. ISA ഒക്കെ ആയിരുന്നു ഇൻകം ഷെയറിംഗ് പരിപാടി ഉണ്ടായിരുന്നു. കാരണം അതൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് കുറേ ആൾക്കാർക്ക് പ്രോട്ടോടൈപ്പിലോട്ട് വരുന്നത് തന്നെ. അത് പേ ആഫ്റ്റർ പ്ലേസ്മെൻറ്റ്, അതായത് ജോലി കിട്ടിയതിന് ശേഷം പൈസ കൊടുത്താൽ മതിയല്ലോ എന്നുള്ളൊരു വിശ്വാസത്തിലാണ് കുറേ ആൾക്കാർ ആദ്യമൊക്കെ പ്രോട്ടോടൈപ്പിലോട്ട് വന്ന് ചേർന്നിരുന്നത്. അന്ന് ഏകദേശം എൻ്റെ കണക്ക് കറക്റ്റ് ഓർമ്മയില്ല, എന്നാലും ഒരു 2 ലക്ഷത്തി സംതിങ് ഒക്കെ ആയിരുന്നു ജോലി കിട്ടിയിട്ട് 1 ടൈം സെറ്റിൽമെൻറ്റ് നടത്തുകയാണെന്ന് വെച്ചാൽ. ഇനി ജോലി കിട്ടിയിട്ട് ഗഡുഗഡുവായി അടക്കാം, അതായത് മാസത്തെ ഇൻകം ഷെയറിങ്, അതായത് ഇൻകത്തിൻ്റെ ഒരു ഇത്ര ശതമാനം വെച്ച് പിടിക്കണം. അത് 3 ലക്ഷം രൂപയാണ് ടോട്ടൽ എമൗണ്ട് ഉണ്ടായിരുന്നത്, 3 ലക്ഷം രൂപ. ഓക്കെ, അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം PAP ഒഴിവാക്കിയിട്ടുണ്ട്. PAP ISA കാര്യങ്ങളൊന്നും ഇനിയിപ്പോൾ ഈ പുതിയ കോഴ്സ് വന്ന ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇനി പ്രോട്ടോടൈപ്പിലില്ല. ഓക്കെ, അപ്പോൾ ഇനി പുതിയ കോഴ്സിലോട്ട് വരികയാണെന്ന് വെച്ചാൽ പുതിയ കോഴ്സിൽ നമുക്ക് മെയിനായിട്ട് 2 മെത്തേഡ്സാണ് കാണുന്നത്. നമ്മൾ അന്ന് അവിടെ കണ്ടിരുന്നപ്പോൾ നമുക്ക് 1 ടൈം സെറ്റിൽമെൻറ്റ് ഉണ്ടായിരുന്നു, ഇൻസ്റ്റാൾമെൻറ്റ് സെറ്റിൽമെൻറ്റ് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ഏതെങ്കിലും ഫിനാൻസ് ടീമുമായി EMI എടുത്ത് അങ്ങനത്തെ സെറ്റിൽമെൻറ്റ് ഉണ്ടായിരുന്നു, പിന്നെ PAP അങ്ങനത്തെ. ഇപ്പോൾ മെയിനായിട്ട് 2 കാണുന്നുള്ളൂ. ഇനി കൂടുതൽ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതെനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ അത് അന്വേഷിക്കുക, കൂടുതൽ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ അപ്പോൾ നിലവിൽ കണ്ടതിൽ ഈ 2 മെത്തേഡാണുള്ളത്. അതിൽ ഫസ്റ്റ് മെത്തേഡ് ആണ് 3 ടൈം പേയ്മെൻറ്റ്, അതായത് 3 ടൈം ആയിക്കാണ്ട് 3 തവണകളായിക്കാണ്ട് ഇൻസ്റ്റാൾമെൻറ്റ് ആയിട്ട് അടക്കണ ഒരു മെത്തേഡ്. അപ്പോൾ ടോട്ടൽ ഫീസ് എത്രയാണെന്ന് വെച്ചാൽ 3,60,000 പ്ലസ് GST ആണ്. GST 18%, അതായത് 64,800 രൂപ. അപ്പോൾ 3,60,000 പ്ലസ് 64,800 പറയുമ്പോൾ 4,24,800 രൂപയാണ് ടോട്ടൽ ഫീ ആയിട്ട് വരുന്നത്. ടോട്ടൽ ഫീ. ഓക്കെ, ഇത് 3 ഗഡുക്കളായി അടക്കുമ്പോൾ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ആയാണ് വരുന്നത് 1,60,000 പ്ലസ് GST. അപ്പോൾ 1,60,000 പ്ലസ് 28,800, അപ്പോൾ 1,88,800 രൂപ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്. രണ്ടാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് 1 ലക്ഷം പ്ലസ് 18,000 GST, അങ്ങനെ 1,18,000. മൂന്നാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് 1 ലക്ഷം പ്ലസ് 18,000 വിച്ച് ഈസ് ഈക്വൽ ടു 1,18,000. ടോട്ടൽ ഈ 3 കൂടി കൂട്ടിയാൽ, അതായത് 3 മാസത്തേക്ക് കൂട്ടിയാൽ 1,88,000 പ്ലസ് 1,18,000 പ്ലസ് 1,18,000 ഈസ് ഈക്വൽ ടു 4,24,800 രൂപ. ഇതാണ് 3 ഗഡുക്കളായാണ്ട് നമ്മൾ ഫുൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. 3 ഗഡുക്കൾ, അതായത് 3 മാസത്തെ ഗഡുവാണ് ഇതിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. 3 മാസം കൊണ്ട് അല്ലെങ്കിൽ 3 ഗഡുക്കൾ കൊണ്ട് 4,24,800 രൂപയാണ് ടോട്ടൽ ഫീസ് ആയി വരുന്നത്. ഓക്കെ, ഇനി 1 ടൈം സെറ്റിൽമെൻറ്റിൻ്റെ ഫീസ് തരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ടൈം സെറ്റിൽമെൻറ്റ് വരുമ്പോൾ ഈ ഫീസ് തന്നെയാണ്, അതായത് 3,60,000 പ്ലസ് GST തന്നെയാണ്. പക്ഷേ ഒരു ഡിസ്കൗണ്ട്, ഒരു 40,000 രൂപ ഡിസ്കൗണ്ട് നൽകുന്നുണ്ട് അവർ. അപ്പോൾ 3,20,000 രൂപ പ്ലസ് GST, അതായത് GST എന്ന് പറയുന്നത് 57,600 ആണ്, 57,600. അപ്പോൾ ടോട്ടൽ എമൗണ്ട് വരുന്നത് 3,76,000 രൂപയാണ്. സോ 1 ടൈം സെറ്റിൽമെൻറ്റ് നടത്തുമ്പോൾ നമുക്ക് വരുന്ന ഫീസ് എന്ന് പറയുന്നത് 3,76,000 രൂപയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഫീസിനെ കുറിച്ച് പറയാനുള്ളത്. അതായത് കോഴ്സിൻ്റെ ഫീസിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. എല്ലാവർക്കും ഫീസിനെ കുറിച്ച് ഒരു ബ്രീഫായിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഏതായാലും ഫീസിനെ കുറിച്ച് പറഞ്ഞാൽ അപ്പോൾ ഫീസ് ഇത്ര കൂട്ടിയതിന് ഉള്ള ഒരു കാരണം കൂടി നമ്മളൊന്ന് ബോധിപ്പിക്കാം. ഓഫ് കോഴ്സ് അവർ ഫീസ് ഇത്ര കൂട്ടാൻ കാരണം ഹൈ പാക്കേജുകളുള്ള സാലറി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി കോഴ്സ് വലുതാക്കി സ്ട്രെച്ച് ചെയ്ത് നീട്ടിയിരിക്കുകയാണ്. കൂടുതൽ കാര്യങ്ങൾ പഠിച്ചിട്ട് കൂടുതൽ കാലങ്ങൾ ഇരുന്നിട്ട് കൂടുതൽ കാര്യങ്ങൾ പഠിച്ചിട്ട് ഇറങ്ങാം. അപ്പോൾ കൂടുതൽ പാക്കേജിൽ ഓരോരുത്തർക്ക് പ്ലേസ് ഇടുക, അതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഈ ഫീസ് ഇത്ര കൂട്ടിയതിൻ്റെ ഒപ്പം തന്നെ അവർ വേറൊരു കാര്യം കൂടി വെക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഇവിടെ 1 ഇയർ ആണല്ലോ കോഴ്സ് ഉള്ളത്. ഈ 1 ഇയർ കഴിഞ്ഞിട്ട് നിങ്ങളിവിടെ നിന്ന് ഇറങ്ങി, കോഴ്സ് കഴിഞ്ഞ് നിങ്ങളിവിടെ നിന്ന് ഇറങ്ങി,
അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു 1 ഇയർ കൂടി ടൈം തരും നിങ്ങൾക്ക്. എന്തിന്? നിങ്ങൾക്ക് ജോലി തപ്പാനും അതുപോലെ തന്നെ ജോലി അന്വേഷിക്കാനും ജോലിക്ക് കയറാനൊക്കെ. ഈ ഒരു 1 ഇയർ ഗ്യാപ്പ് ഉണ്ടല്ലോ, അത് കോഴ്സ് കഴിഞ്ഞിട്ടില്ല ഈ 1 ഇയർ ഗ്യാപ്പ്. ഈ ഒരു 1 ഇയർ ഗ്യാപ്പിൽ നിങ്ങൾക്ക് ഒരു ജോലിയും കിട്ടില്ല എന്ന് കൂട്ടിക്കോളിയും. അപ്പോൾ നിങ്ങൾ അടച്ച ഫുൾ പേയ്മെൻറ്റ് നിങ്ങൾക്ക് റിട്ടേൺ കിട്ടും. അതായത് നിങ്ങൾ അടച്ച ഫുൾ ഫീസ് മണി തിരിച്ചു കിട്ടും. മണി ബാക്ക് ഗ്യാരണ്ടി എന്നാണ് അവർ പറയുന്നത്. 100% മണി ബാക്ക് ഗ്യാരണ്ടി അതാണ് അവർ പറയുന്നത്. ഓക്കെ, അതായത് ഒരു വർഷം കഴിഞ്ഞു അത്ര ഗ്യാരണ്ടിയാണ് അവർ ജോലി കിട്ടും എന്നുള്ളതിന് അത്ര ഗ്യാരണ്ടീഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഫീസിൻ്റെ ടൈം ഫ്രെയിം ആക്കണം. അപ്പോൾ ഈ ഫീസിൻ്റെ ടൈം ഫ്രെയിം തന്നെ പൈസ ചിലവിലെ മൊത്തം കാര്യങ്ങൾ ഇപ്പം തന്നെ പറഞ്ഞ് തുറക്കാം. ഓക്കെ, പിന്നെ അതിനെക്കുറിച്ച് പിന്നെ കൂടുതൽ ചോദിക്കണ്ടല്ലോ. ഇപ്പോൾ ചിലർക്ക് ഉണ്ടാവും കോഴ്സിൽ ജോയിൻ ചെയ്തിട്ട് വല്ല റീഫണ്ട് വല്ല കിട്ടുമോ, അങ്ങനത്തെ ഒരു ചോദ്യം ഉണ്ടാവും. അപ്പോൾ റീഫണ്ട് ഇവർക്ക് 2 തരത്തിലാണ് ഇവർ റീഫണ്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കോഴ്സ് ഈ ഫുമിഗേഷൻ സ്റ്റാർട്ട് ആവുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ, ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ തന്നെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യണം. എന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, ഫൗണ്ടേഷനിൽ നിങ്ങൾ എൻ്റർ ആവുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒരു ചെയ്യണം. ഒന്നെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ പേയ്മെൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഫുൾ എമൗണ്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾ ഫൗണ്ടേഷനിലോട്ട് എൻ്റർ ആവുള്ളൂ. ഇനി അതുമല്ലെങ്കിൽ എന്തായാലും 25,000 നിർബന്ധമായിട്ട് അടക്കാനൊരു ഫീസ് ഉണ്ട്. അത് റിസർവേഷൻ ഫീസ് എന്ന് പറയുന്നൊരു ഫീ ആണ് ഈ 25,000. ഇനിയിപ്പോൾ നിങ്ങൾ ഈ മൊത്തം ഫീസ് അടച്ചു, ഇപ്പോൾ ഒരു ഇൻസ്റ്റാൾമെൻറ്റ് വകയോ അല്ലെങ്കിൽ ടോട്ടൽ എമൗണ്ടോ മൊത്തം ഫീസ് അടച്ചു. ഫൗണ്ടേഷൻ തുടങ്ങുന്നതിൻ്റെ മുൻപ് നിങ്ങൾക്ക് പൈസ പേ ചെയ്തിട്ടുണ്ട്, പക്ഷേ കോഴ്സിലോട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ടിന് അപേക്ഷിക്കാം. റീഫണ്ടിന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ 25,000 നോൺ റീഫണ്ടബിൾ റിസർവേഷൻ ഫീ ആണ്, അത് കിട്ടില്ല. ബാക്കി ഉള്ളത് കിട്ടും കോഴ്സിൽ ചേരുന്നതിന് മുന്നേ കേട്ടോ. ഇനി കോഴ്സിൽ ചേർന്ന് കഴിഞ്ഞാൽ, അതായത് ഫൗണ്ടേഷൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വിൻഡോ ഉണ്ട്, 7 ഡേ വിൻഡോ. അതായത് ഫൗണ്ടേഷൻ്റെ 1ാമത്തെ ദിവസം മുതൽ 7ാമത്തെ ദിവസം വരെയാണ് ഈ ഒരു റീഫണ്ട് പോളിസിൻ്റെ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ടാവുക. ഇതിന് റീഫണ്ട് റിക്വസ്റ്റ് ചെയ്യാൻ തന്നെ നിങ്ങൾക്ക് 50% റീഫണ്ട് കിട്ടുള്ളൂ. അതായത് 50%. അതിലേറെ കൂടുതൽ റീഫണ്ട് കിട്ടില്ല. ഓക്കെ, ഈ 50% കിട്ടണമെങ്കിൽ തന്നെ ഇവർ പറയുന്നൊരു കണ്ടീഷൻ ഉണ്ട്, 90% അറ്റൻഡൻസ് ഈ 7 ഡേയ്സിൻ്റെ ഇതിൽ വേണം. 90% അറ്റൻഡൻസ് വേണമെന്നാണ് ഇവർ പറയുന്നത്. അത് ആ ഫൗണ്ടേഷൻ്റെ ക്ലാസ് ഫൗണ്ടേഷൻ ഓൺലൈനായിരിക്കും. സോ സെഷൻസൊക്കെ അറ്റൻഡൻസൊക്കെ ഓൺലൈൻ മുഖാന്തരമൊക്കെ ഉണ്ടാവുക, ഗൂഗിൾ മീറ്റ് വഴിയും അങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് അടുത്ത് വരുന്ന ചിലവുകളാണ് ഈ ഒരു ഹബിൻ്റെ റെൻറ്റ്. അതായത് നമ്മൾ കോവർക്കിംഗ് സ്പേസിൻ്റെ ഫീ എന്നാണോ പറയുക, കോവർക്കിംഗ് സ്പേസിൻ്റെ ഫീയോ റെൻറ്റോ എന്താണ് പറയുക. ഓക്കെ, അപ്പോൾ അത് ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിന് 5,000 രൂപയാണ്, മാസം വെച്ച് 5,000 രൂപ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന കോവർക്കിംഗ് സ്പേസിന് അവിടെ AC, വൈഫൈ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ഉള്ള ഒരു ചെയർ, അങ്ങനത്തെ എല്ലാ ഇലക്ട്രിസിറ്റി അങ്ങനത്തെ ഒരു മൊത്തം കാര്യങ്ങളുണ്ടാവും, വാട്ടർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിന് കൊടുക്കുന്ന ഒരു റെൻ്റാണ് 5,000 രൂപ, മാസം 5,000 രൂപ. ഓക്കെ, ഈ ഒരു കോവർക്കിംഗ് സ്പേസിൻ്റെ റെൻ്റാണ് 5,000 രൂപ. പിന്നെ പ്രോട്ടോടൈപ്പിൻ്റെ ഈ റിവ്യൂസിനെ കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ എല്ലാ ആഴ്ചയും നിങ്ങൾക്ക് റിവ്യൂ നടക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 1 ഇയർ കോഴ്സ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ടോട്ടലായിട്ട് 52 വീക്കാണുള്ളത്. ഓക്കെ, 52 വീക്ക്. ഈ 52 വീക്കിൽ 4 വീക്ക് ഫൗണ്ടേഷനാണ്, അത് ഒഴിവാക്കി കഴിഞ്ഞാൽ 48 വീക്ക്. സോ ഈ 48 വീക്കും നിങ്ങൾക്ക് എല്ലാ വീക്കും 48 റിവ്യൂസ് നടക്കും. ഓരോ വീക്കിൽ ഓരോ റിവ്യൂ വെച്ച് 48 വീക്കിൽ 48 റിവ്യൂസ് അങ്ങനെ നടക്കും. ഇപ്പം ഈ റിവ്യൂ നിങ്ങൾ ഒരട്ടം ഫെയിലായി, അതേ റിവ്യൂ തന്നെ കൺസിക്യൂട്ടീവ് 2 വട്ടം ഫെയിലായി കഴിഞ്ഞാൽ 3ാമത്തെ ഒരു റിവ്യൂ അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾ 1000 രൂപ പേ ചെയ്യാം. ഫസ്റ്റത്തെ റിവ്യൂ ഫെയിലായ 2ാമത്തെ റിവ്യൂ അറ്റൻഡ് ചെയ്യാൻ മാത്രമേ നിങ്ങൾക്ക് ഫ്രീ ഉള്ളൂ. അതും കൂടി ഫെയിലായി 3ാമത്തെ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1000 രൂപ കൊടുക്കണം. ഇനി അതും ഫെയിലായി 4ാമത്തെ അറ്റൻഡ് ചെയ്യുക, അതും 1000 കൊടുക്കണം. അപ്പോൾ കൺസിക്യൂട്ടീവ് ആയതുകൊണ്ട് 2 കൂടുതൽ റിവ്യൂ ഫെയിലായതിനൊക്കെ 1000 രൂപ വെച്ച് നിങ്ങൾ പേ ചെയ്യണം അടുത്ത റിവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ചിലവർക്ക് ഇവിടെ കോഴ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിപ്പോൾ ഇവിടെ നിന്ന് ഫൗണ്ടേഷൻ്റെ 4 വീക്കും കഴിഞ്ഞ് ഇപ്പോൾ അങ്ങനെയാണല്ലോ പറയുന്നത്, 4 വീക്ക് കഴിഞ്ഞ് പിന്നെ 5ാമത്തെ വീക്കാണല്ലോ നിങ്ങൾക്ക്. ഞങ്ങളെ ഫസ്റ്റ് വീക്കായിരുന്നു നിങ്ങൾ 5ാമത്തെ വീക്ക്, നിങ്ങൾ അങ്ങനെയാണ് ഇപ്പോൾ വരുന്നത് നിങ്ങൾ. അപ്പോൾ നിങ്ങൾ 5ാമത്തെ വീക്കും കഴിഞ്ഞ് 6ാമത്തെ വീക്കെന്നോ 5ാമത്തെ വീക്ക് കഴിഞ്ഞ് നിങ്ങൾക്ക് പെട്ടെന്ന് ഡൊമൈൻ സ്വിച്ച് ചെയ്യണം തോന്നി. 5ാമത്തെ വീക്കോ 6ാമത്തെ വീക്കോ കഴിഞ്ഞ് നിങ്ങൾക്ക് ഡൊമൈൻ സ്വിച്ച് ചെയ്യണം തോന്നിയാൽ, അപ്പോൾ ഡൊമൈൻ സ്വിച്ചിങ്ങിന് ഒരു ഫീസ് ഉണ്ട്. ഡൊമൈൻ സ്വിച്ചിങ്ങിൻ്റെ ഫീ ആണ് 7,000 രൂപ. ഓക്കെ, ഇപ്പോൾ മേൺസ്റ്റാക്ക് ആണെങ്കിൽ മേൺസ്റ്റാക്കാരെ കാര്യങ്ങൾ അതിൻ്റെ കോഴ്സൊക്കെ സ്ട്രക്ചർ ചെയ്ത് വെച്ചേക്കുമല്ലോ. അപ്പോൾ അത് നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യണം. ഇപ്പോൾ എനിക്ക് തോന്നി ഇപ്പോൾ എനിക്ക് മേൺസ്റ്റാക്ക് വേണ്ട, എല്ലാവരും വെബ് ഡെവലപ്മെൻറ്റ് പഠിക്കണത്, ഞാൻ കുറച്ച് വെറൈറ്റി ആയിക്കൊണ്ട് മൊബൈൽ ആപ്പ് ഡെവലപ്മെൻറ്റിക്ക് ചാടാൻ നിങ്ങൾ ഫ്ലട്ടർക്ക് ചാടാൻ തീരുമാനിച്ചു. അപ്പോൾ നിങ്ങൾ 7,000 റുപ്പീസ് ഡൊമൈൻ സ്വിച്ചിങ് ഫീ ആയിട്ട് കൊടുക്കണം. ഓക്കെ, 7,000 റുപ്പീസ് 5ാമത്തെ വീക്കിന് ശേഷം ഡൊമൈൻ സ്വിച്ച് ചെയ്യാന്ന് വെച്ചാൽ. ഇനിയിപ്പോൾ ചിലവർ ഞാൻ പറഞ്ഞല്ലോ ഹബിന് ഒരു 5,000 രൂപ റെൻ്റ് ഉണ്ടെന്ന്. അപ്പോൾ ചിലവർ ഈ റെൻ്റ് മുഖാന്തരമോ അല്ലെങ്കിൽ എന്നും ഹബിലോട്ട് പോയി വരാനുള്ള റിസ്ക് മുഖാന്തരമോ അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിൽക്കാനുള്ള റിസ്ക് മുഖാന്തരമൊക്കെ ചിലവർ എന്ത് ചെയ്യും, റിമോട്ട് ബാച്ച് ആക്കണം എന്ന് വിചാരിക്കും. അപ്പോൾ റിമോട്ട് ബാച്ച് ആക്കാൻ ഓൾറെഡി റിമോട്ട് ബാച്ച് ആയവർക്ക് കുഴപ്പമില്ല, അവർക്ക് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഇനിയിപ്പോൾ ഹബ്ബിൽ നിന്ന് നേരെ റിമോട്ടിലേക്ക് സ്വിച്ച് ചെയ്യാണ്ടാവുമോ, റിമോട്ട് സ്വിച്ചിങ്. അപ്പോൾ അവിടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ 12 വീക്കിൻ്റെയും അതേമാതിരി 12ാമത്തെ വീക്കിൻ്റെയും 40ാമത്തെ വീക്കിൻ്റെയും ഇടയിൽ മാത്രമേ നിങ്ങൾക്ക് റിമോട്ടിൽ സ്വിച്ച് ചെയ്യാൻ പറ്റുള്ളൂ, റിമോട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്വിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് നിങ്ങൾ റിമോട്ടിൽ സ്വിച്ച് ചെയ്യുമ്പോൾ ഒരു സർട്ടൻ ഫീസ് കൊടുക്കാണ്ട്, അത് ആ റിമോട്ടിൽ നമ്മളൊരു ടൂളാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ആ ടൂളിന് ഇത്ര ആഴ്ച വെച്ചിട്ട് അതിൻ്റെ ടോട്ടൽ ഫീ ആണ് നിങ്ങൾ കൊടുക്കുക ചെയ്യുക. അത് നിങ്ങൾ എത്ര ആഴ്ചത്തെയാണോ കണക്കുണ്ടാവുക അതേ ഇൻറ്റു ആ എമൗണ്ട് എത്രയാണ് അത് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ പറഞ്ഞാൽ
വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതേ ഇൻറ്റു ഇത്ര മന്തിൻ്റെ ഫീ നിങ്ങൾ ആൾറെഡി പേ ചെയ്യലായിരിക്കും. ഇപ്പോൾ ഞാൻ ഫീസിനെ കുറിച്ച് ഒക്കെ കവർ ചെയ്യുന്നതാണ് വിശ്വസിക്കുന്നത്. ഓക്കെ, ഫീസിനെ കുറിച്ച്. ഓക്കെ, ഇനി നമ്മൾ ഫീസ് അടച്ച് കഴിഞ്ഞാൽ അടുത്താണ് ഫൗണ്ടേഷൻ. ഓക്കെ, അപ്പോൾ ഫൗണ്ടേഷനിലോട്ട് നമ്മൾ കടന്നു. ഫൗണ്ടേഷനിൽ ഞാൻ ആൾറെഡി ഫൗണ്ടേഷനെ കുറിച്ച് ഒരു വീഡിയോ വെച്ച് ചെയ്തിട്ടുണ്ട്, അത് കണ്ടു നോക്കുക. ഓക്കെ, അതിൽ ഫൗണ്ടേഷൻ എങ്ങനെയാണെന്നും ഫൗണ്ടേഷൻ എങ്ങനെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്, മൊത്തം കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. ഇനി നമ്മൾ ഫൗണ്ടേഷനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല, നേരെ ഈ കോഴ്സിനെ കുറിച്ച് പറയാം. അപ്പോൾ ഈ 1 ഇയർ കോഴ്സിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഇനി സംസാരിക്കാം. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് വന്ന മാറ്റം എന്ന് പറയുന്നത് ഈ വീക്കിയുടെ കേസ് തന്നെയാണ്. ഓഫ് കോഴ്സ് 7 മന്ത് കോഴ്സ് 1 ഇയർ കോഴ്സ് ആയി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഡ്യൂറേഷൻ കൂടുമല്ലോ. അപ്പോൾ 7 മന്ത് കോഴ്സിൽ നമുക്ക് 28, ഞാൻ 7 മന്ത് കോഴ്സിൻ്റെ ഒരാളാണ്, 28 വീക്കാണ് 7 മന്ത് കോഴ്സിലുണ്ടായത്, 28 വീക്ക്. ഓക്കെ, ആ 28 വീക്ക് എന്നുള്ളത് 1 ഇയർ കോഴ്സ് ആയപ്പോൾ എന്തായി മാറി, 52 വീക്ക്, 52 വീക്ക്, 52 വീക്കായി മാറി. അതിൽ ഈ 4 വീക്ക് ഫൗണ്ടേഷൻ 4 വീക്കാണ്, അത് നമുക്ക് ഒഴിച്ചു നിർത്താം, കാരണം ഞങ്ങൾക്ക് ഫുമിഗേഷൻ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് ഒഴിച്ചു നിർത്താം. അപ്പോൾ ബാക്കി വരുന്നത് 48 വീക്ക്. ഓക്കെ, 48 വീക്കാണ് അപ്പോൾ ബാക്കിയുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് 28 വീക്കും ബാക്കി എക്സ്ട്രാ നിങ്ങൾക്ക് ഒരു 20 വീക്ക് കൂടി കൂടുന്നുണ്ട്. 48 വീക്കാണ് നിങ്ങൾക്ക് ഉള്ളത്. അപ്പോൾ പിന്നെ പറയാനുള്ളത് ഞങ്ങൾക്കുള്ള വീക്ക് പാക്കാണ്. അതായത് ഞങ്ങൾക്ക് 12 വീക്കായിരുന്നു എക്സ്ട്രാ കിട്ടിയിരുന്നത്, 12 വീക്ക് പാക്ക്. അപ്പോൾ ഈ 12 വീക്ക് പാക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു QA ഉണ്ടാവും. ആ QA പാസ്സായാൽ പിന്നെ 3 വീക്ക് എക്സ്ട്രാ കിട്ടും. അങ്ങനെയൊക്കെ ആയിരുന്നു. ഇനിയിപ്പോൾ 12 വീക്ക് കഴിഞ്ഞിട്ടുള്ള QA ഫെയിലായി കഴിഞ്ഞാൽ നിങ്ങൾ നേരെ റിഫ്രഷ് പീരീഡ് പോകും. റിഫ്രഷ് പീരീഡ് പോയി കഴിഞ്ഞാൽ ആ 1 മാസത്തെ പീരീഡോ അല്ലെങ്കിൽ 2 മാസത്തെ പീരീഡോ കേൾക്കണം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ആ ഫുള്ളായിട്ട് റിവൈസ് ചെയ്താണ്ട് ഒന്നുകൂടി റിവ്യൂ അറ്റൻഡ് ചെയ്താണ്ട് പാസ് ചെയ്യാണ്ട് ഇങ്ങോട്ട് തന്നെ വരാം. അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പോൾ ആ റിഫ്രഷ് പീരീഡ് പോകുമ്പോൾ നിങ്ങൾ വീട്ടിൽ പോകേണ്ടി വരും, ഹബ്ബക്ക് വരാൻ പറ്റില്ല. എന്നിട്ട് അത് പാസ്സായി കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾക്ക് ഹബ്ബക്ക് വരാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പോൾ റിഫ്രഷ് പീരീഡ് നിങ്ങൾ ഫസ്റ്റ് അറ്റംപ്റ്റ് ഫെയിലായി, രണ്ടാമത്തെ അറ്റംപ്റ്റിന് വേണ്ടി നിങ്ങൾക്ക് ഫീസ് എത്രയോ കൊടുക്കണം തോന്നുന്നുണ്ട്, കറക്റ്റ് അറിയില്ല, 1500 രൂപ എത്രയാണ് ഫീസ് കൊടുക്കേണ്ടത്. എന്നിട്ട് അത് പാസ്സായിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം. 1 ഇയർ കോഴ്സിൽ നിങ്ങൾക്ക് 12 വീക്കിന് പകരം 24 വീക്ക് കിട്ടുന്നുണ്ട്, 24 വീക്ക് എക്സ്ട്രാ കിട്ടുന്നുണ്ട്. അപ്പോൾ 24 വീക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയില്ല, കാരണം ഇപ്പോഴാണുള്ള കോഴ്സ് തുടങ്ങിയത്, ആ 24 വീക്ക് കഴിയാൻ ചാൻസ് ഇല്ല. അപ്പോൾ 24 വീക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിഫ്രഷ് പീരീഡിലേക്ക് പോവോ ഇല്ലേ എന്ന് എനിക്കിപ്പോൾ കറൻ്റ്ലി അറിയില്ല. അത് അറിയാവുന്നവരാരെയുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ ചേർന്നവർ പരമാവധി തന്നെ വീക്ക് ബാക്ക് ഒന്നും ഇല്ലാതെ ഈ 1 ഇയർ തന്നെ തീർത്ത് പോകാൻ നോക്കുക. ഓക്കെ, ഈ 24 വീക്കിൻ്റെ എഴുതി അതുവരെ ഇരിക്കണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല. അത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മണി ബാക്ക് ഗ്യാരണ്ടീൻ്റെ കുറിച്ചാണ്. അതിന് നമുക്ക് മണി ബാക്ക് ഗ്യാരണ്ടി കിട്ടാൻ കണ്ടീഷൻസ് പറയാം. അപ്പോൾ മെയിനായിട്ട് ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഈ ഫൗണ്ടേഷൻ ഉണ്ടല്ലോ, ഈ ഫൗണ്ടേഷൻ്റെ 4ാമത്തെ വീക്ക് ഉണ്ടല്ലോ, അതായത് ഫുൾ ഡൊമൈൻ വീക്ക്. ആ ഫുൾ ഡൊമൈൻ വീക്ക് നിങ്ങൾ 3 അറ്റംപ്റ്റിനുള്ളിൽ പാസ്സാവണം. ഈ 3 അറ്റംപ്റ്റിനുള്ളിൽ പാസ്സായാൽ മാത്രമേ നിങ്ങൾ മണി ബാക്ക് ഗ്യാരണ്ടിക്ക് എലിജിബിൾ ആവുള്ളൂ. ഇപ്പോൾ നിങ്ങൾ 3-6 അറ്റംപ്റ്റ് എടുത്തു കൂട്ടിയോ, നിങ്ങൾ ആ മണി ബാക്ക് ഗ്യാരണ്ടിക്ക് എലിജിബിൾ ആവില്ല. ഓക്കെ, മണി ബാക്ക് ഗ്യാരണ്ടി പറഞ്ഞാൽ 1 ഇയറിന് ശേഷം നിങ്ങൾ കോഴ്സ് കഴിഞ്ഞ് പിന്നെ ഒരു 1 ഇയറിൽ നിങ്ങൾക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ മണി തിരിച്ച് കിട്ടും. അപ്പോൾ അതിന് നിങ്ങൾ എലിജിബിൾ ആവില്ല എപ്പോൾ, ഈ 3 അറ്റംപ്റ്റിനുള്ളിൽ പാസ്സായിട്ടില്ലെങ്കിൽ ഒരു കണ്ടീഷനകത്ത്. ഓക്കെ, ഇനി രണ്ടാമത്തെ കണ്ടീഷൻ നമ്മളിപ്പോൾ 24 വീക്കിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ഈ 24 വീക്ക് എന്ന ലിമിറ്റിനുള്ളിൽ നിങ്ങൾ കോഴ്സ് തീർക്കണം. ഈ 24 വീക്കിൻ്റെ ലിമിറ്റ് കഴിഞ്ഞാണ്ട് നിങ്ങൾ എക്സ്ട്രാ എടുക്കുകയാണെന്ന് വെച്ചെങ്കിലും ആ മണി ബാക്ക് ഗ്യാരണ്ടി കിട്ടില്ല. പിന്നെ അടുത്ത് പറയുന്നത് TOI ഉണ്ട്, അതായത് ലാസ്റ്റ് 48 വീക്ക് കഴിഞ്ഞിട്ട് 49ാമത്തെ വീക്കായിട്ടാണ് TOI തോന്നുന്നുണ്ട്. അപ്പോൾ ഈ TOI നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ടത് 3 വീക്ക് കൊണ്ട് ഈ TOI നിങ്ങൾ ക്ലിയർ ചെയ്യണം. ടേക്ക് ഓഫ് ഇൻ്റർവ്യൂ പറഞ്ഞൊരു TOI വീക്ക് ഉണ്ട്, ആ വീക്ക് നിങ്ങൾ 3 വീക്ക് കൊണ്ട് ക്ലിയർ ചെയ്യണം. അത് ക്ലിയർ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ മണി ബാക്കിന് എലിജിബിൾ ആവില്ല. ഓക്കെ, പിന്നെ നിങ്ങൾ എൻ്റയർ കോഴ്സിൽ നിങ്ങൾക്ക് 90% അറ്റൻഡൻസ് വേണം. ഈ 90% അറ്റൻഡൻസ് മെയിൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു മണി ബാക്ക് ഗ്യാരണ്ടി നിങ്ങൾ എലിജിബിൾ ആവുള്ളൂ, അല്ലെങ്കിൽ എലിജിബിൾ ആവില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ 4 കണ്ടീഷൻ പറഞ്ഞു. പിന്നെ എന്തെങ്കിലും ഡിസിപ്ലിനറി ആക്ഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല പ്രോപ്പറായിട്ട് ഡിസിപ്ലിൻ ആയി പോയാൽ തന്നെ മതി. അതുപോലെ വേറെ ഒരു കാര്യം പറഞ്ഞു വെച്ചാൽ, അത് നിങ്ങളിപ്പോൾ ഇനി കോഴ്സ് കഴിഞ്ഞിട്ട് പുതിയ ജോബ് ഓഫേഴ്സൊക്കെ വന്നിട്ട് കുറേ ജോബ് ഓഫേഴ്സ് വന്ന് നിങ്ങൾ ഹൈ സാലറി പാക്കേജിൽ പോകുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ നിന്നാലൊന്നും മണി ബാക്ക് ഗ്യാരണ്ടി കിട്ടില്ല കേട്ടോ. 1 ഇയർ ഒക്കെ അത് കരുതി അങ്ങനെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല. ഓക്കെ, അപ്പോൾ അതിന് മനസ്സിലായിക്കോളി. നിങ്ങൾക്ക് ഏതെങ്കിലും ജോബ് ഓഫർ വന്നിട്ട് നിങ്ങൾ അതിന് പോവാതെന്നു, എന്നിട്ട് പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞു മണി തിരിച്ചു വേണം പറഞ്ഞാൽ അങ്ങനെ കിട്ടില്ല. ഓക്കെ, അതൊക്കെയാണ് ഇതിനുള്ള കണ്ടീഷൻസ് ആയിക്കാണ്ട് അവർ പറയുന്നത്. ഇനി നമുക്ക് കോഴ്സിൽ വന്നിട്ടുള്ള എക്സ്ട്രാ ചേഞ്ചസ് ആണ് എന്തൊക്കെയെന്ന് നോക്കാം. ഓക്കെ, കോഴ്സിൽ മെയിനായിട്ട് വന്ന് ഞങ്ങളിലാറ് ഈ 7 മന്ത് കോഴ്സിലാറ് കുറച്ച് ചേഞ്ചസ് വന്നു. ഓഫ് കോഴ്സ് കുറച്ച് വീക്സ് കൂടിയപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ടോപ്പിക്സുകൾ കൂടി ഉണ്ടാവും. ആ ടോപ്പിക്സ് ഞാൻ ലാസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുക. അതിന് മുൻപ് നിങ്ങൾക്ക് വന്നിട്ടുള്ള കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ, ഞങ്ങൾക്ക് ഇതുവരെ ഒരു പ്രോപ്പറായിട്ടുള്ള ട്രെയിനർ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ലേഡീസിനായാലും അതുപോലെ എല്ലാവർക്കായാലും പ്രോപ്പറായിട്ടുള്ള ട്രെയിനർ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്നാൽ എത്രത്തോളം പ്രായോഗികമായി എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പുതിയ ട്രെയിനേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടതെന്ന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പുതിയ ട്രെയിനേഴ്സും നിങ്ങൾക്ക് ഉണ്ടാവും. പിന്നെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫിറ്റ്നസ് അതുപോലെ യോഗ അതുപോലെ സൂംബ അതിൻ്റെയൊക്കെ ക്ലാസ് അതിൻ്റെയൊക്കെ സെഷൻസ് വലിയ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എപ്പോഴൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെ 8 മണിക്കും വൈകുന്നേരം I think 7 മണിക്കോ 8 മണിക്കോ രാവിലെയും വൈകിട്ടൊക്കെ ആയിട്ട് 1 മണിക്കൂർ സെഷൻസ് ഈ ഫിറ്റ്നസ്സും യോഗയും സൂംബയും സ്കൂംബയും
അതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എത്രത്തോളം പ്രാക്ടിക്കലാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല, എന്നാലും അതൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു കോഴ്സിൽ. അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെയാണ് എക്സ്ട്രാ വന്നിട്ടുള്ള മാറ്റങ്ങൾ. പിന്നെ കമ്മ്യൂണിക്കേഷൻ്റെ കാര്യങ്ങളിലും കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അതായത് ഇതുവരെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഞങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ റിവ്യൂ നടന്നു. അതിപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് നടന്നത്, അതുവരെ അതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ പുതിയ കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് അത് വന്നതെന്ന് കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. കാരണം ഈ പുതിയ കോഴ്സിൽ നിങ്ങൾക്ക് 6ാമത്തെ വീക്ക് അതുപോലെ 18ാമത്തെ വീക്ക് അങ്ങനത്തെ ഏതൊക്കെ വീക്കിൽ കമ്മ്യൂണിക്കേഷൻ്റെ റിവ്യൂസ് ഉണ്ടാവും. സാധാരണ റിവ്യൂക്ക് പുറമെ കമ്മ്യൂണിക്കേഷൻ്റെ റിവ്യൂസ്. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ പറയാനുള്ളത്. ഇനിയിപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അത് പഴയ കോഴ്സിൻ്റെ ഇതിലെന്തെങ്കിലും പറയാതെ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഇനി പഴയ കോഴ്സിനെ കുറിച്ചും പ്രോട്ടോടൈപ്പിനെ കുറിച്ചും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്താണ് പ്രോട്ടോടൈപ്പ്, എൻ്റെ ലൈഫ് പ്രോട്ടോടൈപ്പിൽ എങ്ങനെയെന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ അത് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ എന്ത് ചെയ്യാം, കോഴ്സിൽ വന്ന പുതിയ അപ്ഡേറ്റുകൾ, അതായത് ഈ എക്സ്ട്രാ വീക്സ് വന്നുകൊണ്ട് ഈ വീക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കൂടുതലായിട്ട് കയറിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാം. അപ്പോൾ ഞാൻ മെയിനായിട്ട് പറയുന്നത് ഈ ഓരോ ഡൊമൈൻസിനെയും എടുത്താണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ മേൺ സ്റ്റാക്കാർക്കുള്ള കാര്യമാണ് ഇപ്പോൾ പറയുന്നത്, മേൺ സ്റ്റാക്കാർക്കുള്ളത്. കാരണം ഓഫ് കോഴ്സ് പ്രോട്ടോടൈപ്പിൽ ഏറ്റവും കൂടുതൽ ഡൊമൈൻ എടുത്ത സ്റ്റുഡൻസ് എന്ന് പറയുന്നത് മേൺ സ്റ്റാക്കാരായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് തന്നെ ഞാൻ ആദ്യം തന്നെ പറയാമെന്ന് വിചാരിച്ചു. ഓക്കെ, അവർക്ക് 12 വീക്കിൻ്റെ ഒരു എക്സ്ട്രാ ടോപ്പിക്സ് കയറി വന്നിട്ട് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ആൾറെഡി 28 വീക്ക് ഉണ്ട്. ആ വീക്കുകളൊക്കെ അതേമാതിരി തന്നെ സെയിം ആയിരിക്കും. ചെറിയ ചെറിയ ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഉണ്ടാവുക. ഇനി 12 വീക്ക് എക്സ്ട്രാ കയറി വന്നിട്ടുള്ളത്, ഒരു വീക്ക് എന്ന് പറയുന്നത് ഒരു OOAD വീക്ക്, അത് മെയിനായിട്ട് യൂപ്സിൻ്റെ അഡ്വാൻസ്ഡ് കൺസെപ്റ്റുകളൊക്കെ പഠിക്കണം, OOAD വീക്ക്. പിന്നെ രണ്ടാമത്തെ വീക്ക് AI ഇൻ്റഗ്രേഷൻ ആൻഡ് ടെസ്റ്റിങ്, അതിനൊരു വീക്ക്. പിന്നെ മൈക്രോ സർവീസും മിനി പ്രൊജക്റ്റാണ്. മൈക്രോ സർവീസസ് ആണ് മിനി പ്രൊജക്റ്റ്, അതിനൊരു 5 വീക്ക് കിട്ടുന്നുണ്ട്. പിന്നെ GraphQL അതിന് 2 വീക്ക് കിട്ടുന്നുണ്ട്. പിന്നെ Next.js പഠിക്കാൻ ഒരു വീക്ക് കിട്ടുന്നുണ്ട്. പിന്നെ സിസ്റ്റം ഡിസൈൻ ആൻഡ് DB ഡിസൈൻ അത് പഠിക്കാൻ ഒരു വീക്ക് കിട്ടുന്നുണ്ട്. പിന്നെ MongoDB അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സ്കെയിലബിലിറ്റി അത് പഠിക്കാൻ ഒരു വീക്ക് ഉണ്ട്. അങ്ങനെ ടോട്ടൽ എങ്ങാണ്ട് നിങ്ങൾക്ക് കിട്ടുന്നത് 12 വീക്ക് എക്സ്ട്രാ. അപ്പോൾ 12ഉം 28ഉം കൂട്ടിയാൽ തന്നെ എത്രയേ ആവുള്ളൂ, 40 എത്രയോ ആവുള്ളൂ. ബാക്കി നിങ്ങൾക്ക് ഐ തിങ്ക് ഒരു ഗ്രൂപ്പ് പ്രൊജക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞുതരും. അതായത് സാധാരണ ഇപ്പോൾ ഇതുവരെ ഈ 7 മന്ത് കോഴ്സിൽ നിങ്ങൾക്ക് വന്നിട്ടുള്ളത് ഒരു സിംഗിൾ പ്രൊജക്റ്റുകൾ മാത്രമായിരുന്നു, 2 സിംഗിൾ പ്രൊജക്റ്റ്. അതായത് ഫസ്റ്റ് പ്രൊജക്റ്റ് ഒരു ഇ-കൊമേഴ്സ് മേഴ്സിക്കാർക്കാണെങ്കിൽ, സെക്കൻഡ് പ്രൊജക്റ്റ് നിങ്ങളുടെ ഇഷ്ടത്തിന് ഏതായാലും നല്ലൊരു പ്രൊജക്റ്റ് എടുത്തിട്ട് അത് ചെയ്യാം. പക്ഷേ ഈ ഒരു 1 ഇയർ കോഴ്സിലോട്ട് വന്നപ്പോൾ നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് പ്രൊജക്റ്റ് കൂടി വന്നിട്ടുണ്ട്. ഈ എക്സ്ട്രാ ടോപ്പിക്സ് പ്ലസ് ഒരു ഗ്രൂപ്പ് പ്രൊജക്റ്റ് കൂടി. അപ്പോൾ ആ ഗ്രൂപ്പ് പ്രൊജക്റ്റിൻ്റെ കാര്യം നല്ലതായി എന്ന് ഞാൻ പറയുള്ളൂ. ഓക്കെ, അപ്പോൾ അതൊക്കെ പാടെ കൂട്ടിയിട്ടായിരിക്കണം ഈ ഒരു 48 വീക്ക്. ഓക്കെ, ഇനി അടുത്തത് പൈത്തൺ ഫുൾ സ്റ്റാക്കാരുടെ കാര്യമാണ് നമ്മൾ പറയുന്നത്. പൈത്തൺ ഫുൾ സ്റ്റാക്കാർക്ക് ആൾറെഡി ഐ തിങ്ക് ഞങ്ങളിലാറ് ഒരു വീക്ക് എക്സ്ട്രാ ഉണ്ട്, 29 വീക്കായിട്ട് ഉണ്ട്. പൈത്തൺ ഫുൾ സ്റ്റാക്കാർക്ക് ആൾറെഡി ഞങ്ങളിലാറ് ഒരു എക്സ്ട്രാ വീക്ക് ഉണ്ട്, 29 വീക്കോ. അവർക്ക് ഈ ഒരു ഫസ്റ്റ് ഫുൾ ഡൊമൈൻ്റെ അതുപോലെ ഫസ്റ്റ് പ്രൊജക്റ്റിൻ്റെ ഇടയ്ക്ക് ഒരു ORM പറഞ്ഞൊരു വീക്ക് കൂടിയുണ്ട്. അങ്ങനെ അവർക്ക് 29 വീക്ക് ടോട്ടൽ ഉണ്ട്. അവർക്ക് എക്സ്ട്രാ വന്നിട്ടുള്ള കാര്യങ്ങളാണ് യുണിക്സ്, ഒരു വീക്ക് യുണിക്സിന്, ഒരു വീക്ക് ഓഫ് കോഴ്സ് OOADക്ക്, ഒരു വീക്ക് വെബ് സെക്യൂരിറ്റിക്ക്, ഒരു വീക്ക് AI ഇൻ്റഗ്രേഷൻ ടെസ്റ്റിങ്ങിന്, പിന്നെ മൈക്രോ സർവീസിന് മിനി പ്രൊജക്റ്റിന് 3 വീക്ക്, Next.jsന് ഒരു വീക്ക്, പിന്നെ ഫാസ്റ്റ് APIക്ക് ഒരു വീക്ക്, പിന്നെ സിസ്റ്റം ഡിസൈൻ ആൻഡ് DBക്ക് 2 വീക്ക്. അങ്ങനെയാണ് ആർക്ക് വന്നിട്ടുള്ളത്. പിന്നെ ഓഫ് കോഴ്സ് ഗ്രൂപ്പ് പ്രൊജക്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആർക്ക്, മറ്റേ 1 ഇയർ കോഴ്സിലുള്ള പൈത്തൺകാർക്ക്. ഓക്കെ, അങ്ങനെ നമ്മൾ എല്ലാ കോഴ്സിനും എല്ലാ കോഴ്സിനും ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു പോകണുള്ളൂ. ഇനി ഫ്ലട്ടറാർക്ക് പുതിയ വന്നിട്ടുള്ളത് ടെസ്റ്റിംഗ് ഫണ്ടമെൻറ്റ്സിന് ഒരു വീക്ക്, വിഡ്ജറ്റ് ആൻഡ് ഇൻ്റഗ്രേഷൻ ടെസ്റ്റിങ്ങിന് ഒരു വീക്ക്, ടെസ്റ്റ് ഡ്രിവൻ ഡെവലപ്മെൻറ്റിന് ഒരു വീക്ക്, പിന്നെ അഡ്വാൻസ്ഡ് സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് ആൻഡ് പെർഫോമൻസിന് അതിന് എത്ര വീക്കെന്ന് കറക്റ്റ് അറിയില്ല. പിന്നെ ബിഹേവിയർ ഡ്രിവൻ ഡെവലപ്മെൻറ്റ്, ആപ്പ് ആർക്കിടെക്ചർ ആൻഡ് ക്ലീൻ കോഡ്, ഡിപ്പെൻഡൻസി ഇഞ്ചക്ഷൻ ആൻഡ് പ്രൊവൈഡർ ഫോർ DI, ഫയർബേസ് അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ്, ആപ്പ് ഡിപ്ലോയ്മെൻറ്റ് ആൻഡ് CI/CD പൈപ്പ് ലൈൻസ്. അത് കറക്റ്റ് എന്താണെന്ന് എനിക്കറിയില്ല, കാരണം മൊബൈൽ ആപ്പ് ഡെവലപ്പർ അല്ല, അത് ഫ്ലട്ടർക്ക് മനസ്സിലായി കാണണം. പിന്നെ സ്പ്രിംഗ് ബൂട്ട് ഫുൾ സ്റ്റാക്കിനുള്ളത് OOAD ഇൻ്റഗ്രേഷൻ്റെ AI ഇൻ്റഗ്രേഷൻ ഒരു വീക്ക്, മൈക്രോ സർവീസിന് 5 വീക്ക്, പിന്നെ അഡ്വാൻസ്ഡ് ഡാറ്റാബേസിന് ഒരു വീക്ക്, പിന്നെ സിസ്റ്റം ഡിസൈനിന് 2 വീക്ക്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഗെയിം ഡെവലപ്മെൻറ്റ് ഓഫ് കോഴ്സ് കുറേ ആൾക്കാർ ഗെയിം ഡെവലപ്മെൻറ്റ് വേണ്ടി വരുന്നുണ്ടാവും. ഗെയിം ഡെവലപ്മെൻറ്റ് വിത്ത് യൂസിങ് യൂണിറ്റി. ഓക്കെ, അവർക്ക് വന്നുള്ളത് 3D ഗെയിം ഡെവലപ്മെൻറ്റ് എസെൻഷ്യൽസിന് 3 വീക്ക് എക്സ്ട്രാ ആയിട്ടുണ്ട്. പിന്നെ ഗെയിം കട്ട് സീൻസ് ആൻഡ് സ്റ്റോറി ടെല്ലിംഗ് ടെക്നിക്സിന് 2 വീക്ക് എക്സ്ട്രാ. പിന്നെ AR ഫൗണ്ടേഷന് അതിന് 3 വീക്ക് എക്സ്ട്രാ. പിന്നെ VR ആൻഡ് സ്പെഷ്യലൈസ്ഡ് ഗെയിം പ്രൊജക്ട്സിന് 4 വീക്ക്. പിന്നെ ഓപ്പൺ വേൾഡ് ഗെയിം ഡെവലപ്മെൻറ്റ് 1 വീക്ക്, AI ആൻഡ് NPC ഇൻ ഗെയിംസിന് 1 വീക്ക്, പിന്നെ ഇൻറ്ററാക്റ്റീവ് ആൻഡ് ഇമ്മേഴ്സീവ് ഫീച്ചേഴ്സിന് 5 വീക്ക്. ഓക്കെ, അങ്ങനെയാണ് പറയുന്നത്. പിന്നെയും കുറേ ആൾക്കാരുണ്ട് ഈ ഗോലാങ്ങാർ അതുപോലെ തന്നെ ഡാറ്റ സയൻസ്. അപ്പോൾ അതിൻ്റെ PDF-ൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ അത് ജസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഏതൊക്കെയാണ് എക്സ്ട്രാ ആഡ് ഓൺ ടോപ്പിക്സ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ വീഡിയോ ഇപ്പോൾ തന്നെ ഒരുപാട് ലെങ്തി ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്. കറക്റ്റ് ഞാൻ ടൈം നോക്കാതെയാണ് വീഡിയോ പറഞ്ഞു പോയിട്ടുള്ളത്. ഏതായാലും ഞാൻ മൊത്തം കാര്യം എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇനി അഥവാ ഏതെങ്കിലും കാര്യം ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, ആ വിട്ടുപോയ കാര്യം നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഞാൻ പിൻ ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഫീസിനെ കുറിച്ച് കവർ ചെയ്തു, അതുപോലെ തന്നെ മണി ബാക്ക് ഗ്യാരണ്ടീൻ്റെ ടേംസിനെ കുറിച്ച് കവർ ചെയ്തു, ഫൗണ്ടേഷൻ്റെ ഒരു ബേസിക് കാര്യങ്ങൾ കവർ ചെയ്തു, ഫൗണ്ടേഷൻ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. കോഴ്സിൽ വന്ന ആഡ് ഓൺ ടോപ്പിക്സ് ആയാലും കോഴ്സിൽ വന്ന പുതിയ ഫീച്ചേഴ്സ് ആയാലും ട്രെയിനേഴ്സിനെ കുറിച്ചായാലും യോഗ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നതായാലും
അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കവർ ചെയ്തു. അപ്പോൾ പ്രോട്ടോടൈപ്പിൽ ചേരാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടി അറിയേണ്ട ഒട്ടുമിക്ക കാര്യങ്ങൾ മൊത്തം ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ചേരാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, കൂടുതൽ ഡീറ്റെയിൽസ് ഇനി അറിയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്നോട് പേഴ്സണലായിട്ട് എന്തെങ്കിലും ചോദിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എൻ്റെ റെഫർ മുഖാന്തരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, എൻ്റെ റെഫർ മുഖാന്തരം ഡയറക്റ്റായിട്ട് എന്നോട് കോൺടാക്ട് ചെയ്ത് മൊത്തം ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്തിട്ട് അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നേരിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അതിൻ്റെ മുന്നേ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക, കമ്മ്യൂണിറ്റിൻ്റെ ഭാഗമായി മാറുക, ഞങ്ങളോട് ഹെൽപ്പ് ചെയ്യുക, നമ്മളെ കമ്മ്യൂണിറ്റിനെ വലിയൊരു കമ്മ്യൂണിറ്റി ആക്കി വലുതാക്കുക. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കാൻ പോവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓഫ് കോഴ്സ് ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ നിൽക്കുക. താങ്ക് യു.